നമസ്കാരം. ഇൻഷുറൻസ് ഫാക്സ് LICയിലേക്ക് സ്വാഗതം. ഈ പണപ്പെരുപ്പം എന്ന് പറയുന്നത് നമ്മുടെ ഉത്സവകാലത്തൊക്കെ നമുക്കറിയാം. നമ്മൾ ഈ വാഴയില, പച്ചക്കറി, ഏത്തൻകായ, നാരങ്ങ ഇതിനൊക്കെ ഭയങ്കരമായിട്ട് വില കൂടും. സ്വാഭാവികമാണ്. കാരണം നമ്മൾ വാങ്ങാൻ റെഡിയാണ്. ഉത്സവമല്ലേ, ഓണമല്ലേ, അല്ലെങ്കിൽ ക്രിസ്മസ് അല്ലേ, വിഷു അല്ലേ, നമ്മൾ അല്ലെങ്കിൽ ഈദല്ലേ, നമുക്കത് വാങ്ങാം എന്ന് പറഞ്ഞ് നമ്മൾ മാനസികമായി നമ്മൾ ഹാപ്പിയാണ്. അപ്പോൾ ഇത്തിരി വില കൂടിയാലും നമ്മൾ അങ്ങനെ അങ്ങ് അൺഹാപ്പി ആവില്ല. നമ്മൾ കോംപ്രമൈസ് ചെയ്യും, വിട്ടുവീഴ്ച ചെയ്തിട്ട് നമ്മൾ മേടിക്കും. അപ്പോൾ എന്ത്, സ്വാഭാവികമായിട്ട് വില അങ്ങ് കൂടി. അപ്പോൾ പരിമിതമായ വിഭവങ്ങളും വിൽക്കാൻ വെച്ചിരിക്കുന്ന വിഭവങ്ങൾ പരിമിതവും, എന്നാൽ വാങ്ങാൻ വരുന്നവർ നിറമനസ്സോടെ കൈനിറയെ പണവുമായി തിക്കും തിരക്കും കൂട്ടുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് വിലക്കയറ്റമുണ്ടാകും. അത് ഒരു ചാൻസാണ്. അതിനെ ഡിമാൻഡ് ഡ്രിവൺ പണപ്പെരുപ്പം എന്നാണ് പറയുന്നത്. അതായത് ആവശ്യം കൂടുമ്പോൾ പണപ്പെരുപ്പം ഉണ്ടാവും. അത് നമ്മളിങ്ങനെ ചെറിയ ഉദാഹരണം ഞാൻ പറയാം, വളരെ ലളിതമായിട്ടുള്ള ഒരു ഉദാഹരണം താഴെത്തട്ടിൽ നിന്ന് പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ ഇത് സംഭവിക്കുന്നത് വലിയ ഇൻഡസ്ട്രിയൽ മേഖലകളിൽ, വലിയ വലിയ കമ്പനികൾക്ക്, വ്യവസായ ശൃംഖലകൾ ആണ് ഉപഭോക്താക്കളായി വരുന്നത്. അവർ വാങ്ങുന്ന സാധനങ്ങൾക്ക് വില കൂടുന്നു എന്ന് പറയുമ്പോൾ താഴെ എല്ലാവർക്കും ആ വിലക്കയറ്റം അനുഭവിക്കേണ്ടി വരും. കമ്പനി ഹാപ്പി ആയിട്ടായിരിക്കും ആ സാധനം മേടിച്ചത്. കാരണം എന്നറിയാം, അവർക്ക് ഫ്രീ ആയി നല്ല ഡിസ്കൗണ്ട് റേറ്റിൽ നല്ല ലോണൊക്കെ ബാങ്കിൽ നിന്ന് കിട്ടിക്കാണാം. അങ്ങനെ അവർ പിന്നെ ഷെയർ മാർക്കറ്റിലൊക്കെ ഷെയറൊക്കെ അവർ വിറ്റിട്ട് പൈസ ഉണ്ടാക്കി കാണാം. അവർ ആ പൈസ നിറയെ കയ്യിൽ വെച്ചിട്ട് എന്തും വാങ്ങാൻ തയ്യാറായി നിൽക്കുകയായിരിക്കും. അവരങ്ങ് സാധനം വാങ്ങിച്ച് കൂട്ടി പ്രൊഡക്ഷൻ കൂടുതലുണ്ടാക്കുന്നു. എന്നിട്ട് ഈ എന്തുമാത്രം വിലക്കയറ്റത്തിൽ അവർ സാധനം മേടിച്ചോ ആ വിലക്കയറ്റത്തിനനുസരിച്ചുള്ള പ്രൈസ് ഇട്ട് സാധനങ്ങളെല്ലാം താഴെത്തട്ടിലേക്ക് വരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയ പ്രൈസ് കൊടുത്ത് സാധനം മേടിക്കേണ്ടി വരും. ഇങ്ങനെ വരുന്നതിനെ കോസ്റ്റ് കൂടുന്നത് കൊണ്ടുണ്ടാകുന്ന വിലക്കയറ്റം എന്ന് പറയും. കോസ്റ്റ് ലെഡ് ഇൻഫ്ലേഷൻ എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ രണ്ട് തരം ഇൻഫ്ലേഷനാണല്ലോ. എന്ത് ഇൻഫ്ലേഷൻ ആയാലും ശരി, സാധാരണക്കാരനും ബഹുഭൂരിപക്ഷത്തിനും സഹിക്കാവുന്ന ഒരു കാര്യമല്ല വിലക്കയറ്റം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ കൺട്രോൾ ചെയ്യണം. ഇത് സ്വയം കൺട്രോൾ ചെയ്യപ്പെടില്ല എന്നാണ് കേട്ടോ വിദഗ്ധരെല്ലാവരും പറഞ്ഞത്. പണപ്പെരുപ്പ് ഒരിക്കലും ഇങ്ങനെ തുടങ്ങി താനെ അവസാനിച്ച് പോയില്ല അത്ര. അതിനെ നമ്മൾ നിയന്ത്രിച്ചേ പറ്റുള്ളൂ. അല്ലെങ്കിൽ അത് അനാർക്കിയിലോട്ടൊക്കെ പോകും. സാമ്പത്തികമായ അരാജകത്വത്തിലേക്കൊക്കെ നയിക്കപ്പെടും. പല രാജ്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ നമ്മൾ ഇതിനെ നിയന്ത്രിക്കണം. നിയന്ത്രിക്കുന്നതിന് ഇന്ന് കണ്ടുപിടിച്ച ഏറ്റവും ശാസ്ത്രീയവും ഏറ്റവും ഫലപ്രദമായ മാർഗം ബാങ്കിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുക എന്നുള്ളതാണ്. ആദ്യം റിസർവ് ബാങ്ക് അവരുടെ ലോണിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുക. അവരാർക്കാ ലോൺ കൊടുക്കണേ? വലിയ വലിയ ബാങ്കുകൾക്കാണ് ലോൺ കൊടുക്കണേ. കോടിക്കണക്കിന് രൂപയാണ് ഒരു ബാങ്കുകൾക്ക് ലോൺ കൊടുക്കുന്നത്. അതിന് ഒരു നിശ്ചിത ശതമാനം അവർ ഇതങ്ങ് കൂട്ടും, പലിശ കൂട്ടും. അങ്ങനെ കൂടിയ പലിശയ്ക്ക് പൈസ എടുത്ത് ബാങ്കിൻ്റെ അസറ്റായിട്ട് വയ്ക്കണത് കൊണ്ട് ബാങ്ക് എന്ത് ചെയ്യും? അവർ കൊടുക്കുന്ന ലോണുകൾക്കും പലിശ കൂട്ടും. എന്നിട്ട് കൂടുതൽ നിക്ഷേപം വരികയും കൂടുതൽ ലോൺ കൊടുക്കാനും സാധിക്കണമല്ലോ. അപ്പോൾ കൂടുതൽ നിക്ഷേപം ആകർഷിക്കണമെങ്കിൽ നിക്ഷേപത്തിൻ്റെ പലിശയും കൂട്ടും. അപ്പോൾ ലോൺ എടുത്താൽ ലോണിൻ്റെ പലിശ കൂടി, നിക്ഷേപിച്ചാൽ നിക്ഷേപത്തിന് കിട്ടുന്ന പലിശയും കൂടി. അപ്പോൾ ബാങ്കിന് അങ്ങോട്ട് പൈസ ഫ്ലോ കൂടും. അതായത് നിക്ഷേപത്തിന് നല്ല അട്രാക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് കൂടി വന്നതുകൊണ്ട് ആളുകളെല്ലാം ബാങ്കിൽ കൊണ്ട് നിക്ഷേപിക്കാൻ തയ്യാറാവും. അപ്പോൾ അവരുടെ ഈ ഉപഭോഗ സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്ന അതിനുള്ള കപ്പാസിറ്റി ഒന്ന് കുറയും. സ്വാഭാവികമായിട്ടും പൈസ എല്ലാം ബാങ്കിൽ പോയി പാർക്ക് ചെയ്യും. ധനതത്വ മനഃശാസ്ത്രം എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. പിന്നെ ഈ ബാങ്കുകൾ ലോൺ കൊടുത്ത് ഭയങ്കര ഇൻട്രസ്റ്റ് റേറ്റിന് ലോൺ കൊടുക്കാൻ നിർബന്ധിതരാവുകയാണ്. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? വലിയ വലിയ വ്യവസായ ശൃംഖലകൾ ലോൺ എടുക്കാൻ വേണ്ടി ബാങ്കിൻ്റെ അടുത്ത് പോകുമ്പോൾ ബാങ്കിൽ വലിയ പലിശ, വലിയ അട്രാക്ഷൻ ഇല്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? ബിസിനസ് സ്കെയിലപ്പൊക്കെ വേണ്ടെന്ന് വയ്ക്കും. അതല്ലെങ്കിൽ ആവശ്യമില്ലാതെ സാധനങ്ങൾ ഉണ്ടാക്കി തള്ളി അല്ലെങ്കിൽ കാണുന്ന സാധനങ്ങളെല്ലാം, അസംസ്കൃത വസ്തുക്കളെല്ലാം കണ്ട വിലയ്ക്ക് വാങ്ങാനുള്ള അവരുടെയും ശേഷി കുറയും. അങ്ങനെ സാമ്പത്തിക ശേഷി ഒന്ന് ആർട്ടിഫിഷ്യലായിട്ട് കുറയ്ക്കും. ശമ്പളം കുറച്ചിട്ടില്ല, ഒന്നും കുറച്ചിട്ടില്ല. ബട്ട് ഈ ആവശ്യമില്ലാത്ത ഉപഭോഗ സംസ്കാരം കുറയ്ക്കാൻ വേണ്ടി, അത് വലിയ സ്ഥാപനങ്ങളുടെയും ചെറിയ ഇൻഡിവിജ്വൽസിൻ്റെയും വ്യക്തികളുടെയും ഉപഭോഗ ശേഷി കുറയ്ക്കാൻ, സാധനങ്ങൾ വാങ്ങിയുള്ള ശേഷി കുറയ്ക്കാനുള്ള ഒരു വിദ്യ, ചെപ്പടി വിദ്യ, അതാണ് ഈ പലിശ കൂട്ടുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പലിശ കൂട്ടുമ്പോൾ എല്ലാവരുടെ കയ്യിലെ പൈസ ലിമിറ്റഡ് ആവും. ലിമിറ്റഡ് റിസോഴ്സ് വെച്ച് ചെന്ന് കണ്ട സാധനമൊക്കെ വാങ്ങിക്കാൻ ഹാപ്പി ആയിട്ട് ആരും പോവില്ല. അങ്ങനെ പോകാതിരിക്കുമ്പോൾ വലിയ തോതിൽ സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടുന്നത് കുറയും. വിപണിയിൽ വില നിയന്ത്രിക്കപ്പെടും. കാരണം ആരും വന്ന് വാങ്ങാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വില കുറയും. അതൊക്കെ തന്നെയാണ് ലോകം മുഴുവനുള്ള മനഃശാസ്ത്രം. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഒരു കുഴപ്പമുള്ളത്, നമ്മുടെ ഈ സാമ്പത്തിക രംഗത്തിൽ ചെറിയൊരു മാന്ദ്യത വന്നേക്കും. കാരണം എന്ന് പറഞ്ഞാൽ ക്രയവിക്രയങ്ങൾ കുറയുന്നത് കൊണ്ടുള്ള ഒരു ന്യൂനത വന്നേക്കും. പക്ഷെ അത് ഓവർകം ചെയ്യാൻ പറ്റും. എങ്ങനെയെന്ന് വെച്ചാൽ സാധന സാമഗ്രികളുടെ വില നമ്മൾ നിജപ്പെടുത്തി നിയന്ത്രിച്ച് നിർത്താൻ കഴിയുന്നത് കൊണ്ട് ഭാരതത്തിൽ, നമ്മുടെ രാജ്യത്തുണ്ടാക്കുന്ന സാധനങ്ങളുടെ വില കുറവാണെന്ന് ഗ്ലോബലി ഒരു പ്രചാരമുണ്ടാവും. അങ്ങനെ ഗ്ലോബലി എല്ലാവരും നമ്മുടെ നിന്ന് സാധനം പ്രൊക്യൂർ ചെയ്യാൻ താല്പര്യം കാണും.
ഒരു എക്സ്പോർട്ട് കൂട്ടാനുള്ള ഒരു മെക്കാനിസമാണ് ഈ ഇൻട്രസ്റ്റ് കൂട്ടി ഇവിടുത്തെ വില കുറയ്ക്കുക എന്നുള്ളതിലൂടെ വരുന്നത്. അപ്പോൾ എക്സ്പോർട്ട് സ്വാഭാവികമായിട്ടും കൂടും എന്നും അതുവഴി വിദേശ നാണ്യശേഖരം നമ്മുടെ രാജ്യത്തേക്ക് കൂടുതൽ അട്രാക്ട് ചെയ്യാൻ കഴിയും എന്നുമാണ് ഈ ധനതത്വശാസ്ത്രം പറയുന്നത്. ഇത്ര മാത്രമേ എനിക്ക് എന്തുകൊണ്ടാണ് ഈ പണപ്പെരുപ്പം നിയന്ത്രിക്കാൻ പലിശ കൂട്ടുന്നത് എന്നുള്ളതിനെ കുറിച്ച് പറയാൻ ഇപ്പോൾ കഴിയുന്നുള്ളൂ. ഞാനിത് മനസ്സിലാക്കി പഠിച്ചെടുത്ത സാധനമാണ്. കൂടുതൽ ഇൻഡെപ്തായിട്ടൊക്കെ പഠിച്ചിട്ട് നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാം അതൊക്കെ. പ്രിയമുള്ളവർ, എൻ്റെ സുഹൃത്തുക്കളുടെ മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് LICയിൽ എങ്ങനെയാണ് ഇതുമായിട്ട് പണപ്പെരുപ്പമായിട്ട് ബന്ധം വരുന്നതാണ്. പണപ്പെരുപ്പമായിട്ട് ഡയറക്റ്റായിട്ട് LIC പ്രോഡക്ട്സിനൊന്നും ബന്ധം വരുന്നില്ല. കാരണം LIC പ്രോഡക്ട്സ് എല്ലാം നിജപ്പെടുത്തിയ ആക്ച്വറിയൽ റേറ്റ് പ്രകാരം പ്രീമിയം ഒക്കെ നിശ്ചയിച്ച പ്രോഡക്ട്സ് ആണ് നമുക്കുള്ളത്. IRDA സാങ്ഷനോട് കൂടി ഇത് ഒക്ടോബറിൽ എല്ലാ പ്ലാനും റീഫയൽ ചെയ്ത് തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ അതിലൊന്നും ഇനി മാറ്റങ്ങളോ അല്ലെങ്കിൽ ഒന്നും പണപ്പെരുപ്പം വെച്ചിട്ടൊന്നും വരാനില്ല. ബാങ്കിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്തായാലും കുറയാൻ സാധ്യതയുണ്ട്. കാരണം പണപ്പെരുപ്പം ഏതാണ്ടൊന്ന് കടിഞ്ഞാണിട്ട് നിർത്തി കാലം കുറേയായി ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടി നിർത്തിയിരിക്കുവാണ്. അപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട ധനകാര്യ മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മളെല്ലാവരും പത്രത്തിലൊക്കെ വായിച്ചു, ന്യൂസിലൊക്കെ കണ്ടതാണ്, ഇനി ബാങ്കുകളൊക്കെ പലിശ ഒന്ന് കുറയ്ക്കണം എന്നൊരു സൂചന കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇനി ബാങ്കിൽ ചിലപ്പോൾ ഇട്ടിരിക്കുന്ന പൈസയ്ക്ക് കിട്ടുന്ന വരുമാനം, നമുക്ക് കിട്ടുന്ന ആദായം കുറയും സ്വാഭാവികമായിട്ട്, ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുകയാണെങ്കിൽ. ശരി, അങ്ങനെയാണെങ്കിൽ കുറച്ച് ബാങ്കിൽ നിക്ഷേപിച്ചിട്ട് നമ്മുടെ എമർജൻസി ഫണ്ടിനുള്ള സാധനങ്ങൾ ബാങ്കിൽ നിക്ഷേപിക്കണം. കാരണം എന്ന് വെച്ചാൽ അത്യാവശ്യം വന്നാൽ എടുക്കാമല്ലോ. ബാക്കി പൈസ LICയുടെ ജീവൻ അക്ഷയ് അല്ലെങ്കിൽ ജീവൻ ശാന്തി എന്നീ പെൻഷൻ പ്ലാനിൽ ഇട്ടിരുന്നാൽ ഒന്നും വേണ്ട 10% വരെ അല്ലെങ്കിൽ 11% വരെ നമുക്ക് ഇപ്പം തന്നെ ലോക്ക് ചെയ്ത് ഫിക്സ് ചെയ്ത് വയ്ക്കാം. നമ്മൾ നിക്ഷേപിക്കുന്ന തുകയ്ക്ക് 11% കിട്ടും, നമ്മൾ നിക്ഷേപിക്കുന്ന തുകയ്ക്ക് 9% കിട്ടും, അല്ലെങ്കിൽ 7% കിട്ടും. ഇത് നമുക്ക് ലോക്ക് ചെയ്ത് ഇപ്പോഴേ വയ്ക്കാം. അത് നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കിട്ടും. ഇനി റിപ്പോ റേറ്റ് കൂടിയാലും പണപ്പെരുപ്പം ഉണ്ടായാലും ഇല്ലെങ്കിലും ഈ പറഞ്ഞ സാധനം നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെ ലോക്ക് ചെയ്ത് വയ്ക്കുന്ന ഒരു നമ്മുടെ വരുമാനം അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് ലോക്ക് ചെയ്ത് വയ്ക്കുന്ന ഫെസിലിറ്റി കിട്ടുന്ന LICയുടെ പ്ലാൻസായ ജീവൻ ശാന്തി, ജീവൻ അക്ഷയ് എന്നിവയിൽ നിക്ഷേപിക്കാൻ പറ്റിയ സമയമാണിത്. അപ്പോൾ ആ ഒരു നിർദ്ദേശം മാത്രമേ LICയിൽ കുടുംബത്തിൽ എൻ്റെ ഭാഗമായിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളൂ. നന്ദി, നമസ്കാരം.